മുസ്ലിം ലീഗ് CPM സഖ്യം അസാധ്യമെന്ന് ഡോക്ടർ KT ജലീൽ MLA. കോൺഗ്രസിൽ നിന്നും ഭിന്നമായി പല നിലപാടുകളും മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ട്. ഇടതുപക്ഷ നിലപാടുകൾക്ക് സമാനമായതുകൊണ്ട് ആ ഘട്ടങ്ങളിൽ ലീഗിന്റെ നിലപാടുകൾ സ്വാഗതം ചെയ്യപ്പെടാറുണ്ട്. അതിനെ രാഷ്ട്രീയ സഖ്യമായി കാണേണ്ടതില്ലെന്ന് KT ജലീൽ റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. മുസ്ലിം ലീഗ് ഇടതുമുന്നണിയിലേക്കെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് ആ സാധ്യതകളെ പൂർണ്ണമായും തള്ളി KT ജലീൽ രംഗത്തെത്തിയത്. ലീഗിനെ ഇടതുമുന്നണിയിലെത്തിക്കുക എന്നത് CPM നേതാക്കളുടെ പണിയല്ലെന്ന് ജലീൽ തുറന്നടിച്ചു. മുസ്ലിം ലീഗ് പാർട്ടിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് അടുപ്പിക്കുക അല്ലെങ്കിൽ അവരെ മുന്നണിയിൽ കൊണ്ടുവരിക എന്നുള്ളത് CPIM-ൻ്റെയോ ഇടതുപക്ഷ നേതാക്കളുടെയോ പരിപാടിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗ് പ്രതികരിക്കുന്നില്ലെന്നും KT ജലീൽ കുറ്റപ്പെടുത്തി. ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്താണ് രാമക്ഷേത്രം പണിതതെന്ന വാർത്തകളും ലേഖനങ്ങളും എഡിറ്റോറിയലും പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം ചന്ദ്രിക പത്രത്തിൽ മാത്രം കണ്ടില്ല. ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് ED അന്വേഷണമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ജലീൽ വിമർശിച്ചു. സത്യത്തിൽ ചന്ദ്രിക ദിനപത്രം ഇന്നലെ ഇറങ്ങിയപ്പോൾ അങ്ങനെ ഒരു കാര്യമേ പത്രത്തിൽ ഇല്ല എന്നുള്ളത് എല്ലാവരെയും അതിശയിപ്പിക്കുന്നുണ്ട്. ആരെയാണ് ചന്ദ്രികയും മുസ്ലിം ലീഗും ഭയപ്പെടുന്നത്? ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ED-യുമായി ബന്ധപ്പെട്ട അന്വേഷണം ചന്ദ്രിക പത്രവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? പൊന്നാനിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വലിയ വിജയസാധ്യതയുണ്ട്. എന്നാൽ താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കില്ലെന്നും KT ജലീൽ വ്യക്തമാക്കി. റിപ്പോർട്ടർ, തിരൂർ.